ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് 12-12 പോർട്ടൽ റീഡിംഗ് ആണ്. അപ്പം നാളെ 2025 12-ാം മാസം 12-ാം ദിവസം. അപ്പോൾ ഇത് ഒരു ഏറ്റവും അവസാനത്തെ പോർട്ടലാണ്, ലാസ്റ്റ് പോർട്ടലാണ് 12-12 പോർട്ടൽ. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. പിന്നെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു സമയമാണെന്ന് പറയാം. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയായി അടുത്ത പുതിയൊരു സൈക്കിളിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം. ഈ ഒരു സമയം നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന മാറ്റങ്ങൾ, അപ്പോൾ എൻ്റെ ആകുന്ന എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. റൂട്ട്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു റൂട്ട് അത് ഒന്ന് ശക്തമാകുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ റൂട്ട്സ് ശരിക്കും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി ചെടികൾക്ക് അതുപോലെ ശക്തമാകുന്നത് പോലെ നിങ്ങളുടെ റൂട്ടും ശരിക്കും ശക്തമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നമ്മളുടെ റൂട്ട് ശക്തമായ മാത്രമേ നമുക്ക് വളർച്ചയുള്ളൂ. ഇത് മൂലാധാര ചക്രത്തെ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. നിങ്ങളുടെ മൂലാധാര ചക്രം ആക്റ്റീവ് ആകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിപ്പോൾ വൃക്ഷങ്ങളായാലും ഒരുപാട് വേരുകൾ, അതായത് ചുറ്റുമുള്ള വേരുകൾ, തായ്വേരും ഒക്കെ ദൃഢമായാൽ മാത്രമേ ആ മരം നിലനിൽക്കുള്ളൂ. അല്ലാതെ ശരിക്കും വേരുകളാണ് ആ മരത്തെ നിലനിർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ റൂട്ട് ചക്ര ആക്റ്റീവ് ആക്കുക. ഈ ഒരു സമയം നിങ്ങൾ റൂട്ട് ചക്ര ആക്റ്റീവ് ആക്കാനുള്ള എക്സർസൈസ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ഹെൽത്തി പാറ്റേൺ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വേണ്ടാത്ത ചില കാര്യങ്ങൾ അത് നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ നമുക്കുള്ള എന്തെങ്കിലും ഹാബിറ്റ്സ് ആയിരിക്കും. ഇപ്പം റിലേഷൻഷിപ്പിലുള്ള അഡിക്ഷൻസോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം അഡിക്ഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, നമുക്ക് ഹെൽത്തി അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതൊക്കെ എൻഡ് ആകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും അത് എൻഡ് ആകണം എന്ന് ഈ ഒരു സമയം നിങ്ങൾ വിചാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളത് എൻഡ് ആക്കുക. ശരിക്കും പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രോത്ത് വളരെ വലുതായിരിക്കും. അത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാകട്ടെ ഈ ഒരു സമയം നിങ്ങൾ എന്തൊക്കെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ റൂട്ട് ചക്രയെ സ്ട്രെങ്തൻ ആക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ മാത്രമല്ല ഗണപതി ഭഗവാനെ നിങ്ങൾ അത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് നല്ലതായിരിക്കും. റൂട്ട് ചക്രയുടെ അധിപനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഹീലിങ്സ് ഈ ഒരു സമയം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഹജ്ജാണ് ഇതില്. നിങ്ങൾ ശക്തമായ ഒരു ബൗണ്ടറി വെക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും മാക്സിമം നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഹെൽത്തി അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ വേണ്ട എന്ന് നിങ്ങൾക്ക് ഇപ്പം തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങളതിൽ ഒരു ബൗണ്ടറി വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു ബൗണ്ടറി വെക്കുന്നു എന്ന് പറയുമ്പം നമുക്ക് ഒരാളുമായിട്ടുള്ളതോ ഒരു സാഹചര്യവുമായിട്ടുള്ളതോ ആ സാഹചര്യങ്ങളെ പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്യുന്നു എന്നുള്ളതല്ല. ഒരു വര വരയ്ക്കുന്നു, അതിനപ്പുറം നമ്മൾ ആരെയും കയറ്റാനോ നമ്മൾ അതിനപ്പുറം പോകാനോ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് തന്നെ ഉണ്ടായിരുന്നാലും നിങ്ങളൊരു ഒരു വര നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും പാടുള്ളൂ, ഇതിൽ കൂടുതലൊന്നും പാടില്ല. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പോകാൻ ചിലപ്പോൾ ഈ ഒരു സമയം പറ്റില്ലായിരിക്കും. പക്ഷേ അതിൽ
ഉള്ള ആ ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഫാക്ട് നിങ്ങൾ റിമൂവ് ചെയ്ത് കളയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യമായിരിക്കാം. പിന്നെ ചിലപ്പോൾ പല ആൾക്കാർക്കും ഇതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരുന്ന പല കാര്യങ്ങൾക്കും ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ജസ്റ്റിസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് നിങ്ങൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ആഗ്രഹിക്കേണ്ടത്. ഇപ്പം മറ്റുള്ളവരാരും നമുക്ക് നീതി തരുമെന്ന് ചിന്തിക്കേണ്ട, നിങ്ങൾ ആദ്യം നിങ്ങളോട് നീതിപൂർവം പെരുമാറുക. അപ്പം നമ്മളോട് നീതിപൂർവം പെരുമാറാതെ നമ്മളുടെ മൂല്യമൊക്കെ കളഞ്ഞ് മറ്റുള്ളവരുടെ പിറകെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. സ്വയം നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു എല്ലാ കാര്യത്തിനും, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളുടെ ഹെൽത്ത് വൈസ് ആയാലും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിനും ഒരു നിയന്ത്രണം വെക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ നിയന്ത്രണം വെക്കുന്നുണ്ടായിരിക്കാം. നമ്മളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള പാറ്റേൺ അത് എങ്ങനെ വേണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്നു, നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. സമ്മറാണ്, ഗ്രോത്ത് ആണ് ഈ ഒരു സമയം വരുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ അനുകൂലമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഈ ഒരു കാര്യം നേടിയെടുക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ദൈവം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ പരിശ്രമിക്കുക. പലരും അങ്ങനെയുള്ളൊരു കാര്യം തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫ്യൂച്ചറിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയം സംഭരിച്ച് വെക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിലെ ഇപ്പോൾ നമുക്ക് അനുകൂലമായ കുറേ സാഹചര്യങ്ങൾ ദൈവമായിട്ട് കൊണ്ടുവന്ന് നമ്മളുടെ മുന്നിൽ നിർത്തിയ പോലത്തെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകാം. കാരണം പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു സമയം ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അതിനനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ മുന്നിലേക്ക് തന്നെ വരും എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മളുടെ മുന്നിൽ നമ്മളുടെ കയ്യിൽ വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് വരാത്തത്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. ലാവൻഡർ ആണ്. നിങ്ങൾ സെൽഫ് കെയർ ഒക്കെ ചെയ്യാൻ തീരുമാനിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനോ നിങ്ങളെ സോളിനെ സന്തോഷിപ്പിക്കാനോ ഒക്കെ നിങ്ങൾ ഈ ഒരു സമയം ശ്രമിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്വയം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് എക്സർസൈസ് ആകട്ടെ, ധാരാളം വെള്ളം കുടിക്കുന്ന കാര്യങ്ങളാകട്ടെ, നിങ്ങളുടെ ബ്യൂട്ടിയായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, ഈ ഒരു സമയം നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ ഹാബിറ്റ്സ് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒബിസിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതെങ്കിൽ അതൊക്കെ നിർത്താൻ നിങ്ങൾ ഈ ഒരു സമയം തീരുമാനിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആവശ്യമില്ലാതെ മധുരം ഒരുപാട് കഴിക്കുന്ന ആൾക്കാർ അതിന് ഒരു നിയന്ത്രണം വരുത്തുന്നുണ്ട്. എക്സർസൈസ് ചെയ്യാത്ത ആൾക്കാർ എക്സർസൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് തന്നെ ഒരു ദയ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഇതുവരെ ചെയ്തു കൊടുക്കുന്നത്, എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ നിങ്ങളാണ് ഏറ്റവും നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് നിങ്ങളാണ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു തോട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം. ഫോഗാണ്. ചില നഷ്ടബോധങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് ഉള്ളതല്ല എന്നുള്ളൊരു ശക്തമായ തോന്നൽ നിങ്ങൾക്ക് ഈ ഒരു സമയം വന്നേക്കുന്നു. കാരണം ഈ ഒരു സമയം വരെയും ഈ കഴിഞ്ഞ സമയം വരെയും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അത് ജോലിയായിരിക്കാം, പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിചാരിക്കുന്ന ചില വ്യക്തികൾ നഷ്ടപ്പെട്ടത് മൂലമോ, അല്ലെങ്കിൽ അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് മൂലമോ ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമയം ഹെൽത്തൊക്കെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടോ ഒക്കെ നമ്മൾ വളരെ വിഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ മൂടൽ മഞ്ഞിലിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് ആ നഷ്ടബോധത്തിൽ നിന്നൊക്കെ മാറി, ആ മഞ്ഞൊക്കെ മാറി നിങ്ങൾ പുതിയ പല കാഴ്ചകളും കാണാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ
നിങ്ങൾ തന്നെ ആക്ഷൻ എടുത്താണ് അത് മുന്നോട്ട് പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഗൈഡൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ അത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കപ്പ് ഓഫ് ടീ ആണ്. നിങ്ങൾ വളരെ റിലാക്സ് ഇരിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലൊക്കെ മതിയാക്കി നിങ്ങളും ഒന്ന് റിലാക്സ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ, നമ്മളുടെ മുന്നിലുള്ള കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റിവെച്ച് അതൊക്കെ ഒന്ന് തീർത്ത് സമയം നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുന്ന ഒരു സമയമാണ്. വളരെ ലാഘവത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി ഒരു കപ്പ് കോഫിയൊക്കെ കുടിച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സമയം അതാണ് വേണ്ടത് എന്നൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് കാണുന്നത്. സീഡാണ്. ന്യൂ ഐഡിയ ആണ്, പുതിയ ഐഡിയ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ പുതിയൊരു വിത്ത് നിങ്ങൾ ഈ ഒരു സമയം പാകുക. അപ്പോൾ അത് ഈ ഒരു സമയം നിങ്ങൾ പാകുന്ന പുതിയ വിത്ത് നിങ്ങൾക്ക് വളരെ വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വൃക്ഷമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കണ്ട ആദ്യത്തെ നമ്മളുടെ കാർഡ് റൂട്ടാണ്. അപ്പോൾ ഒരു വൃക്ഷത്തിന്റെ റൂട്ടാണ് കണ്ടത്. അപ്പൊ ആ റൂട്ട് സ്ട്രോങ് ആകണമെങ്കിൽ ഇപ്പം നമ്മൾ നടുന്ന വിത്ത് നല്ലതായിരിക്കണം. അപ്പോൾ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സാകുന്ന ഒരു നിലമൊക്കെ ഒരുക്കി ഫ്രഷാക്കി ആവശ്യമില്ലാത്ത കളകളൊക്കെ പറിച്ച് കളഞ്ഞ് നമ്മളുടെ ആവശ്യമില്ലാത്ത ചിന്തകളും വേദനയും വിഷമവും ഒക്കെ മാറ്റി അതിനെ ഒന്ന് ഉഴുത് മറിച്ചിടുന്ന ഒരു സമയമാണിത്. ഇതിൽ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഓപ്പൺ മൈൻഡായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പുതിയൊരു വർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സമയം ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്നാണ്. നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡ് ആയി പോകുമ്പോൾ ഒരു പുതിയ നല്ല കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതൊരു പ്രണയമാകാം, ഒരു ജോലിയാകാം, നിങ്ങൾക്ക് നിങ്ങളോടുള്ള തന്നെ ഒരു ആറ്റിറ്റ്യൂഡാകാം. ഞാൻ കൊള്ളൂല, ഞാൻ വರ್ತല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഞാൻ തന്നെ എനിക്ക് ഇനഫാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടി നിങ്ങൾ തന്നെ വളരെ വലിയൊരു പ്രണയത്തോടു കൂടി നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്നത്. കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് പലപ്പോഴും പണ്ട് നിങ്ങൾ ഒരിക്കലും മെഡിറ്റേഷനിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ലായിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു കാമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷെ ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പം കിങ് ഓഫ് കപ്സിന്റെ എനർജിയിലാണ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുക. വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഓവർ തിങ്കിങ് ഇല്ലാതെ, ആവശ്യമില്ലാത്ത ചിന്തകളില്ലാതെ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങൾ പുറത്തുള്ള ഒരു കാര്യങ്ങളും നിങ്ങളെ ബാധിക്കാതെ നിങ്ങൾക്ക് ഈ ഒരു സമയം മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത്രയും നിങ്ങൾ ആ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കഴിയുന്നു എന്നുള്ളതാണ്. ഫൈവ് ഓഫ് സോഴ്സ്. നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകൾ, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. ഇത് പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ചതോ വിഷമിപ്പിച്ചതോ ആയിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചാരിയറ്റാണ്. നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇത് രണ്ടും, മനസ്സും ഹൃദയവും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട് തീരുമാനങ്ങൾ എടുത്താൽ നമുക്ക് ഈഗോ വരും. മനസ്സാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നമുക്ക് ഈഗോ വരും. ഹൃദയമാണ് നമ്മളുടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ ഇമോഷണലി ലോസ്റ്റായി നമ്മളല്ലാതായി പോകും. അപ്പോൾ ഇത് രണ്ടും ഒരുമിപ്പിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. ആ മനസ്സിന്റെയും ഹൃദയത്തിന്റെയും നിയന്ത്രണം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നു. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. 10 ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ വളരെ സ്ട്രഗിൾ ചെയ്തിരുന്ന കുറേ കർമ്മ കൊണ്ട് നടന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എൻഡാക്കി നിങ്ങൾ റിലീസ് ആകുന്നു എന്നുള്ളതാണ്. ഒരു കർമ്മ സൈക്കിൾ എൻഡ് ആകുന്നു എന്ന് പറയാം.
അപ്പോൾ ഇത് 10 of Wands എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു 12/12 നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻസും ഒക്കെ നിങ്ങളെ ആ പുതിയ വർഷം 2026 നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരുപാട് നന്മകളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്ത് തുടങ്ങുക. ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ സ്പിരിച്വലി നിങ്ങൾക്ക് നിങ്ങളിൽ ഉണ്ടായിരുന്ന കുറേ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ മാറ്റി നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അത് പറ്റണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. അപ്പൊ ഇതാണ് നിങ്ങളെ 12/12 പോർട്ടൽ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിലുള്ള ഗൈഡൻസ്. അപ്പൊ ഇതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നന്മ തന്നെ വരും എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ 12/12 പോർട്ടൽ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.